അപ്പൊ നമുക്ക് ഇതേവരെ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം തെറ്റാണ്. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തിരക്കി എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അപ്പാ CI കൂട്ടിക്കൊണ്ടു. നമസ്തേ സാർ. ബംഗാരപ്പ, കണ്ടിട്ട് എത്ര വർഷങ്ങളായി? 5 വർഷമായി. കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു സാർ. നീ സർവീസിലുണ്ടായിരുന്നപ്പോ ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു 25 lakhs നിന്റെ അക്കൗണ്ടിൽ ഇട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ സാർ. ചക്രവർത്തി നിനക്ക് എത്ര തന്നു? ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ചക്രവർത്തി നിനക്ക് എത്ര തന്നു എന്നാ ചോദിച്ചത്. ചക്രവർത്തിയെ എൻകൗണ്ടർ ചെയ്തു സാർ. കർണാടക ചക്രവർത്തി ജീവിച്ചിരിപ്പുണ്ടാ? ജീവനോടെ എത്ര കിട്ടിയെന്ന് കോടി തന്നു സാർ. ചക്രവർത്തി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇപ്പൊ തന്നെ അവനെ പൊക്കിക്കൊണ്ടുവാ. ശരിയപ്പാ. ആ ലേഡി ജേർണലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്താ? എനിക്ക് അവളെയും അവളുടെ കൂടെ ചുറ്റുന്ന ബാബുവിനെയും വേണം. ഇനി എന്തിനാ നിൽക്കുന്നത്? പോ. എന്തായടാ, ഫിനിഷ് ചെയ്തോ അലക്സ്? ദേവിക എവിടേക്കാ നിന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്? എല്ലാ സ്ഥലത്തും എന്നെ കൂട്ടിക്കൊണ്ട് പോകാറില്ല സാർ. നിന്നെ സഹായിച്ചത് ആരൊക്കെയാ? സാർ സാർ അത് സാർ സാർ ഇതെവിടെയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഇങ്ങോട്ട് വാടാ. പേടിക്കാനൊന്നുമില്ല, നേരം എടുക്കുമ്പോഴേക്കും ഭേദാവും. മനുഷ്യൻ പിറന്ന മണ്ണ്, മനുഷ്യൻ വളർന്ന മണ്ണ്. എഴുന്നേറ്റിട്ടില്ല. വിളിക്കണോ? എന്താ ചെയ്യുന്നത്? മറച്ചു വെക്കുക. എന്താ? മണ്ണ് മൊത്തം എടുത്ത് മറച്ചു വെക്കുക. ശാപ്പാടില്ലെന്നായാൽ അത് തരുന്നത് മണ്ണാ. മണ്ണയില്ലെന്നായാൽ അതുകൊണ്ട് മണ്ണെടുത്ത് ഒളിച്ചു വെക്കുക. മനുഷ്യൻ പിറന്ന അത് മണൽ രാജ്. എല്ലാരും ഭ്രാന്തനെന്നാ വിളിക്കുന്നത്. മറ്റുള്ളവരൊക്കെ കാശുണ്ടാക്കുമ്പോ ഇങ്ങൊരു മണ്ണും ചുവന്ന് നടക്കുക. ഒരർത്ഥത്തിൽ ഭ്രാന്ത് തന്നെയാ. നിങ്ങൾ പോയി വിശ്രമിച്ചു. ഉണരുവാണെങ്കിൽ ഞാൻ വിളിക്കാം.